കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖദിർ അലൈഹിസ്സലാമിന്റെ കൂടെ ഇൽമു പഠിക്കാൻ വേണ്ടി കൂടി. വലിയ സംഭവമാണ്, സൂറത്തുൽ കഹ്ഫിലുണ്ട്. അങ്ങനെ കൂടിയപ്പോ ഖദിർ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നക നിങ്ങൾ എന്റെ കൂടെ കൂടിയിട്ട് ഇൽമു പഠിക്കാൻ പറഞ്ഞാൽ ലൻ തസ്തതിഅ, നിങ്ങൾക്ക് സാധിക്കൂല, ക്ഷമിച്ചു പോരാൻ കഴിയൂല. മൂസാ നബി പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ ക്ഷമിച്ചു പോരും. എന്നാ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ എന്ത് ചെയ്താലും ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. ആയിക്കോട്ടെ, ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ യാത്ര ചെയ്ത് വലിയ സംഭവമാണ്. മൂസാ നബി അലൈഹി സ്വലാം ഒരു നബിയാണ്, ഖദിർ അലൈഹി സ്വലാം വേറൊരു നബിയാണ്. രണ്ടാളും നബിമാർ തന്നെയാണ്. അതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തഫ്സീൽ പറഞ്ഞു. ഖദിർ അലൈഹി സ്വലാമിന്റെ ശരീഅത്ത് നിയമം ഒന്ന് വേറെ, മൂസാ നബിന്റെ ശരീഅത്ത് ഒന്ന് വേറെ. നമ്മളെ ശരീഅത്തല്ലല്ലോ മൂസാ നബിന്റെ ശരീഅത്ത്. മൂസാ നബിന്റെ ശരീഅത്തിൽ ഒരു സ്ഥലത്ത് നജസായ തുണി അടങ്ങ് മുറിച്ചുകളോ. നമ്മളെ ശരീഅത്തിൽ അടക്കം കഴിയാൻ ഓരോരുത്തർക്കും ഓരോ നിയമം. നമ്മുടെ ശരീഅത്ത് തന്നെ റസൂലുള്ളാഹി പഠിപ്പിച്ച ശരീഅത്താണ്. അത് രണ്ടില്ല, ഒന്നേ ഉള്ളൂ, എല്ലാവർക്കും ഒന്നേ. അത് പിന്നെ ഔലിയാക്കളായ ശരീഅത്ത് വേണ്ടാന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്, പിഴച്ചവരാണ്. എല്ലാ ഔലിയാക്കൾക്കും എല്ലാവർക്കും ഒരു ശരീഅത്തിൽ. ثم جعلناك على شريعة من الأمر فاتبعها ഖുർആന. ആ ശരീഅത്ത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ശരീഅത്ത് ഒന്ന് വേറെ, ഖദിർ അലൈഹി സ്വലാമിന്റെ ശരീഅത്ത് ഒന്ന് വേറെ. മൂസാ നബിയോട് ഖദിർ അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങളെ ഇൽമൊന്ന് വേറെ, എന്റെ ഇൽമൊന്ന് വേറെ. അനാ ഇൽമിൻ വഅന്ത അലാ ഇൽം. നിങ്ങൾ വേറൊരു ഇൽമാണ്, എനിക്ക് വേറൊരു ഇൽമാണ്. നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു വരാൻ കഴിയും? അല്ല, ഞാൻ ക്ഷമിക്കാം ഇൻഷാ അല്ലാഹ്. ഒരസീലൊക്കെ അമ്ര, ഞാൻ എതിരായിട്ടൊന്നും പറയൂല, ചെയ്യൂല. അപ്പോഴാ പറഞ്ഞത്, നിങ്ങൾ എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ അതിന്റെ പൊരുൾ പറഞ്ഞു തരുന്നവരെ നിങ്ങൾ ഒന്നും ചോദിക്കാൻ പാടില്ല. ആയിക്കോട്ടെ. പോയിട്ട് എന്താ ചെയ്തത്? ഒരു കപ്പലിൽ കയറില്ല. ഞാനിത് പറയാൻ കാണുള്ളൂ, മത്സ്യത്തൊഴിലാളികളായതുകൊണ്ടാ പറയും. രണ്ടാൾ കൂടി ഒരു കപ്പലിൽ കയറി. അന്നത്തെ കപ്പൽ തന്നെ നമ്മളിപ്പോഴത്തെ ബോട്ട്, അല്ലാതെ ഇന്നത്തെ പോലത്തെ വലിയ ഒരു രാജ്യം പോലത്തെ കപ്പലൊന്നുമില്ല. കപ്പലിൽ കയറി. ആ കപ്പൽ ഇങ്ങനെ പോകുമ്പോ മൂസാ നബി അലൈഹി സ്വലാമിന്റെ മുന്നിൽ നിന്ന് ഖദിർ അലൈഹി സ്വലാം കപ്പലിന്റെ പലകക്ക് കേടുവരുത്തി. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം എന്ത് പറഞ്ഞു? മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, അഖറഖതഹാ ലിതുഗ്രിഖ അഹ്ലഹാ ലഖദ് ജീത ശൈഅൻ ഇംറാ. നിങ്ങൾ കപ്പലിന് കേടുവരുത്തിയാൽ ആൾക്കാർ മുങ്ങി നശിച്ചു പോവില്ലേ? ഇവര് നമ്മളെ ഫ്രീ ആയിട്ട് കയറ്റിയതായി കപ്പൽ 5 പൈസ വാങ്ങാതെ. കാരണം കടൽ തൊഴിലാളികൾ, അവർക്ക് അമ്പിയാക്കൾ ഔലിയാക്കളോട് വലിയ സ്നേഹ. അതുകൊണ്ട് 5 പൈസ വാങ്ങാതെ ഈ മഹാന്മാരെ കപ്പലിൽ കയറ്റിയവരാണവർ. അവരെ കപ്പൽ നമ്മൾ കേടുവരുത്തൽ ശരിയുണ്ടോ? അപ്പോ ഖദിർ അലൈഹി സ്വലാം പറഞ്ഞു, നമ്മൾ പണ്ടേ കരാറെന്തേലും ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല, ഞാൻ പറഞ്ഞിരുന്നവരെ. അങ്ങനെ അവർ വീണ്ടും യാത്ര ചെയ്തു. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, മറന്നുപോയതാണ്, ക്ഷമിക്കണം. അവസാനം അതാ മാപ്പ് കൊടുത്തു. പിന്നെയും മുന്നോട്ട് പോയി. മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ കുട്ടിയെ കണ്ടു. മൂസാ നബി അലൈഹി സ്വലാമിന്റെ മുന്നിൽ നിന്ന് ഖദിർ അലൈഹി സ്വലാം കുട്ടിയെ കൊന്നുകളഞ്ഞു. മൂസാ നബിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾ ഒരു ചെറിയ കുട്ടിയെ കൊന്നിരിക്കുക? മൂസാ നബി അലൈഹി സ്വലാം ചോദ്യം ചെയ്തു പോയി. ഖദിർ അലൈഹി സ്വലാം ചോദിച്ചു, എന്റെ കൂടെ ക്ഷമിച്ചു വരാൻ പറ്റൂല എന്ന് നിങ്ങളോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ? കുറച്ച് ഗൗരവത്തിൽ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇനി എന്തെങ്കിലും ഞാൻ ചോദ്യം ചെയ്താൽ ഫലാ തുസാഹിബിനി, നിങ്ങൾ എന്നെ കൂടെ കൂട്ടണ്ട, ഒരു ചാൻസും കൂടി വേണം. അങ്ങനെ വീണ്ടും കുറെ മുന്നോട്ട് പോയി. അപ്പൊ ഒരു നാട്ടിലെത്തി. ആ നാട്ടിൽ ചെന്ന് നോക്കുമ്പോ ആ നാട്ടുകാർ ഈ അതിഥികളായി അന്യനാട്ടിൽ നിന്ന് വന്നവർക്ക് ഭക്ഷണം കൊടുത്തില്ല. അപ്പൊ അന്യര് വന്നിട്ട് ഭക്ഷണം കൊടുക്കാതിരുന്ന മോശമല്ലേ? വേറെ നാട്ടുകാരൊന്ന ഭക്ഷണം കൊടുക്കണ്ട. പക്ഷേ ആ നാട്ടിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു മതിലിങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന, ഇപ്പൊ വീഴുന്നു തോന്നും. അങ്ങനെയുള്ള ആ മതിൽ ഖദിർ അലൈഹി സ്വലാം പോയിട്ടും തൊട്ടപ്പോൾ തന്നെ അത് നേരെയായി പോയി. അത് നേരെയാക്കി വെച്ചു. അപ്പൊ മൂസാ നബിയോട് ചോദിച്ചു പോയി, എന്തേ
നമുക്കൊരു ഭക്ഷണം തരാത്ത നാട്ടുകാരുടെ ഈ മതില് വെറുതെ 5 പൈസ വാങ്ങാണ്ട് നന്നായി കൊടുക്കേണ്ടിയുണ്ടോ? അപ്പോൾ ഖദിർ അലൈഹിസ്സലാം പറഞ്ഞു, ഹദാ ഫിറാഖു ബൈനി വ ബൈനിക, ഞാനും നിങ്ങളും ഇടയിൽ പിരിയുന്ന സമയമാണിത്, എനിക്ക് ചാൻസില്ല. ഫിറാഖു ബൈനി വ ബൈനിക സഉനബ്ബിഉക, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്റ, നിങ്ങൾക്ക് ക്ഷമിച്ചു പോരാൻ കഴിയാത്ത സംഗതിയുടെ പൊരുൾ പറഞ്ഞു തരാം. അമ്മസ്സഫീനത്തു, നമ്മൾ കേടുവരുത്തിയ കപ്പല്, ഫകാനത്തിൽ മസാകീന യഅമലൂന ഫിൽ ബഹർ, കടലിൽ തൊഴിലെടുക്കുന്ന സാധുക്കളുടെ കപ്പലാണ്. അതേ വകാന വറാഅഹും മലികുൻ യഖുദു കുല്ല സഫീനത്തിൻ വസ്ബാ, ആ കപ്പലിന്റെ ബേക്കിൽ ഒരു ഭരണാധികാരി, ഒരു രാജാവ് വരുന്നുണ്ട്. അയാള് അക്രമിയാണ്, അയാള് സാധുക്കളെ കപ്പലൊക്കെ പിടിച്ചെടുക്കും. അപ്പൊ ഈ സാധുക്കളെ കപ്പലും അയാള് പിടിച്ചെടുക്കും. പിടിച്ചെടുക്കാതിരിക്കണമെങ്കിൽ അതിനൊരു വഴിയേ ഉള്ളൂ, അതിന് കേടുവരുത്തലാണ്. റിപ്പയറുള്ള കപ്പൽ അയാൾ എടുക്കൂല, റിപ്പയർ ആവശ്യമുള്ളത് അദ്ദേഹം പിടിച്ചെടുക്കൂല. അതിനൊരു റിപ്പയർ ഉണ്ടാക്കാൻ ഞാൻ എടുത്ത പണിയാണത്. നമ്മളെ സ്നേഹിച്ച് കപ്പലിൽ കയറ്റിയ സാധുക്കള്, അതേ കടൽ തൊഴിലാളികളാണ് അവര്. കണ്ടോ, പഴയകാലം മുതലേ കടൽ തൊഴിലാളികൾക്ക് അമ്പിയാക്കൾ ഔലിയാക്കളോട് വലിയ സ്നേഹമാണ്. ഇന്നും നിങ്ങൾക്ക് കടലോര പ്രദേശത്ത് പോയാൽ അവർക്ക് ഔലിയാക്കൾ അമ്പിയാക്കളോട്, അലിമീങ്ങളോട്, സയ്യിദന്മാരോട് വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. അത് പഴയകാലം മുതലേ ഉള്ളൊരു സംഗതിയാണ്. പിന്നെ വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ യുർഹിഖഹുമാ തുഗ്യാനം വകുഫ്റാ, പിന്നെ ഞാനൊരു ചെറിയ കുട്ടിയെ കൊന്നതല്ലേ നിങ്ങൾ പറഞ്ഞ പ്രശ്നം, നിങ്ങളത് ചോദ്യം ചെയ്ത് നിങ്ങൾ കുറ്റക്കാരനല്ല, നിങ്ങൾ പഠിച്ചതനുസരിച്ച് അങ്ങനെ തന്നെയാണ് വേണ്ടത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേ സമയത്ത് ഞാനത് ചെയ്യാൻ കാരണം അബവാഹു മുഅ്മിനൈനി, ആ ചെറിയ കുട്ടിയുടെ അപ്പയും ഉമ്മയും നല്ല ക്ലാസ് സുന്നികളാണ്, നല്ല മുഅ്മിനീകളാണ്. അബവാഹു മുഅ്മിനൈനി ഫഖശീനാ യുർഹിഖഹുമാ തുഗ്യാനം വകുഫ്റാ, ഈ കുട്ടി വളർന്നാൽ ആ മാതാപിതാക്കളെ പിഴപ്പിച്ച് ഇസ്ലാമെന്ന് പുറത്തു കൊണ്ടുപോകുമെന്ന് നമ്മൾ ഭയപ്പെട്ടു. അഥവാ പടച്ചവൻ അങ്ങനെ ഒരു വിവരം കൊടുത്തു, ഈ കുട്ടി വളർന്നാൽ മാതാപിതാക്കൾ പിഴച്ചു പോകും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല മങ്കൂസ് മൂല് തോതിയിട്ട് യാത്ര അയച്ച ഒരു കുട്ടി ചിലപ്പോ വിദേശത്ത് പോയി കുറച്ച് പൈസയും പണവുമെല്ലായി വന്നിട്ട് പിന്നെ ബാപ്പാനോട് പറയുന്നു, മൗലിദ് പറ്റൂല, റാത്തീബ് പറ്റൂല, സിയാറത്ത് പറ്റൂല, ഉറൂസ് പറ്റൂല. ഇവന്റെ ചെലവിന് ജീവിക്കുന്ന ബാപ്പയാവുമ്പോ ചിലപ്പോ ആ ബാപ്പയും പഴയത് വിട്ടിട്ട് ഈ കുട്ടിന്റെ പോലെ കൂടെ പോയി ഈമാൻ തെറ്റുന്നു. ഇതുപോലെ ഈ ബാപ്പയെയും ഉമ്മയെയും തെറ്റിച്ചു കളയുന്ന കുട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിയെ കൊന്നത്. കുട്ടിക്കും ഗുണാണ്, ആഖിറം നഷ്ടപ്പെടാതിരിക്കാൻ. അതുപോലെ തന്നെ ഇവർക്കും നല്ലതാണ്. അങ്ങനെയാണ് ഞാനത് ചെയ്തത്. മൂന്നാമത്തതോ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കാർക്കും പറ്റൂല കേട്ടോ, എനിക്കും പറ്റൂല കേട്ടോ. ഇത് ഇന്ത്യ രാജ്യമാണ്, ഇന്ത്യയിൽ ഇന്ത്യന്റെ നിയമമാണ്, ഓരോ രാജ്യത്തും ഓരോ രാജ്യത്തിന്റെ നിയമമാണ്. നമുക്ക് അങ്ങനെ കൊല്ലാനൊന്നും പറ്റൂല. മാത്രമല്ല നമുക്ക് ഇസ്ലാമിനെ പോലെ നുബുവത്തും വഹിയൊന്നും കിട്ടുന്നുമില്ല. അപ്പൊ നമുക്കത് പറ്റൂല. ഷേഖ് ഖദിർ അലൈഹിസ്സലാമിനത് പറ്റും. ഇരിക്കട്ടെ. അങ്ങനെ പിന്നീട് ഞാൻ മതില് നന്നാക്കിയ നാട്ടുകാർ, ഭക്ഷണം തരാത്ത നാട്ടുകാർ, ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കാത്ത നാട്ടുകാരാണ്. പക്ഷേ അവിടെയുള്ള മതിലുണ്ടല്ലോ, അമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന, ആ പട്ടണത്തിലുള്ള 2 യതീം കുട്ടികളെ മതിലാണത്. ഫകാന അബൂഹുമാ സാലിഹാ, ആ 2 യതീം കുട്ടികളുടെയും ബാപ്പ നല്ല മനുഷ്യനായിരുന്നു. അവിടെ ഇമാമിങ്ങൾ പറയുന്നുണ്ട്, നേരെ ബാപ്പ മാത്രല്ല, അതുകൊണ്ട് ഉദ്ദേശിച്ചത് കുറെ മേലെയുള്ളൊരു ബാപ്പാനെ കുറിച്ചാണ്. ബാപ്പ നന്നായ മക്കൾക്കും കൂടി ഖൈറ് കിട്ടും. സുബ്ഹാനല്ലാഹ്, മക്കൾ നന്നായ ബാപ്പക്കും ഖൈറ് കിട്ടും. വകാന അബൂഹുമാ സാലിഹാ, അവരെ ബാപ്പ നല്ല മനുഷ്യനായിരുന്നു. ആ ബാപ്പ സൂക്ഷിച്ചു വെച്ച സ്വത്തുണ്ട്. യതീം കുട്ടികൾ അനുഭവിക്കേണ്ട അതേ നിധിയുണ്ട് ആ മതിലിന്റെ ചുവടെ.
ആ മതിൽ പൊളിഞ്ഞു വീണാൽ ആ നീതി കിട്ടുകയായിരിക്കാം. നമുക്ക് ഭക്ഷണം തരാത്ത നാട്ടുകാരെടുത്തു കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യും. അതുകൊണ്ട് ആ മക്കൾ വളരുന്നത് വരെ മതിലിനോട് കേടും വരാൻ പറ്റൂല. അതിനാൽ അതേ അവർക്ക് ആ മക്കൾക്ക് പ്രായപൂർത്തി എത്തിയിട്ട് ആ നിധി അവർക്ക് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണം. അതിനു വേണ്ടി ഞാൻ ആ മതിൽ നന്നാക്കി വെച്ചതാണ്. എന്നിട്ട് ഖദർ അലൈഹിസ്സലാം പറയാണ്, വമാ ഫഅൽതുഹു അൻ അംരീ, എൻ്റെ സ്വന്തം വകയിൽ ഞാനൊന്നും ചെയ്തിട്ടില്ലേ മൂസാ നബിയേ. അതേ മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞില്ലേ, ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, പടച്ചവന്റെ ഉത്തരവില്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഖദർ അലൈഹിസ്സലാം പറയാണ്, മാ ഫഅൽതു അൻ അംരി, പടച്ചവന്റെ ഉത്തരവില്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഓരോന്നും അല്ലാഹു തആല അറിവ് തന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചതാണ്. അതേ സുഹൃത്തുക്കളെ, ഞാൻ ഈ സംഭവം പറഞ്ഞത് അല്ലാഹു തആല മഹാന്മാർക്ക് കൊടുക്കുന്ന അറിവ്, മഹാന്മാർക്ക് കൊടുക്കുന്ന സ്ഥാനം, അതൊക്കെ വളരെ വലുതാണ്. ഇത് കേട്ടത് കൊണ്ട് നിങ്ങളാരും തെറ്റിദ്ധരിച്ച് പോകരുത്. മൂസാ നബിയേക്കാൾ ബഹുമാനവും വിവരവും ഖദർ അലൈഹിസ്സലാമിനാണെന്ന് നിങ്ങളാരും തെറ്റിദ്ധരിച്ച് പോകരുത്. ഖദർ നബി അലൈഹിസ്സലാമിനേക്കാൾ എത്രയോ വിവരമുള്ള മഹാനാണ് മൂസാ നബി അലൈഹിസ്സലാം. എത്രയോ സ്ഥാനമുള്ള ആളാണ് മൂസാ നബി അലൈഹിസ്സലാം. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഇവിടെ അല്ലാഹു തആല പ്രത്യേകമായ ചില വിവരം ഖദർ അലൈഹിസ്സലാമിന് കൊടുത്തിട്ടുണ്ട്. അത് മൂസാ നബിക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു സംഗതിയായിരുന്നു. അല്ലാതെ മൂസാ നബിയുടെ ബഹുമാനം ഖദർ അലൈഹിസ്സലാമിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. കാരണം അംബിയ മുർസലീങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 ആളുകളാണ്. അതിലൊന്നാണ് നബിയുല്ലാഹി നൂഹ്, നബിയുല്ലാഹി ഇബ്രാഹിം, നബിയുല്ലാഹി മൂസാ, നബിയുല്ലാഹി ഈസാ, ഹബീബുല്ലാഹി മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ 5 ആളുകളെക്കാൾ ബഹുമാനമുള്ള ഒരു റസൂലിനെയും അല്ലാഹ് പഠിച്ചിട്ടില്ല. നമ്മളെ അഖീദ റെഡിയായിരിക്കണം. അഖീദ, നമ്മളെ വിശ്വാസം പേച്ചുവാൻ പാടില്ല. ആളുകൾ മുലാമാരും പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ശരിക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കണം, അല്ലാതെ പറയാൻ പാടില്ല. ഇന്നിപ്പോ ഞാൻ ഇങ്ങനെ വരുമ്പോ ഒരു ക്ലിപ്പ് കേട്ടു. എല്ലാവരും മൊയ്ലിയാര് പറയുന്നുണ്ട്, എന്ത് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ജിസ്ൽ അജ്മീരി ഒന്നുമല്ല, ശൈഖുനയാണ്. അയാൾ ശൈഖുന എന്നോട് ഉദ്ദേശിക്കുന്നത് CM വലിയുള്ളയാണ്. CM വലിയ വലിയ മഹാനാണ്. പക്ഷേ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു മഹാനെ ഇഴയത്തിയിട്ട് വേറൊരു മഹാനെ പുകഴ്ത്താൻ പാടില്ല. അത് പാടില്ല. ഷിയാക്കളെ പരിപാടിയാണ്. സിദ്ദീഖുല്ലൊക്കെ പറഞ്ഞ ഇഴയത്ത, ഉമർ ഖത്താബിനെ ഇഴയത്ത, അലി ഇബ്നു അബീ താലിബിനെ പൊക്കുക. അത് സുന്നത്തി ജമാഅത്തിന്റെ നടപടിയല്ല. അങ്ങനെ പറയാൻ പാടില്ല. അദബ് വേണം. ഏത് വിഷയം പറയും. സുബ്ഹാനല്ലാഹ്, ഒരു മുസ്ലിയാർ പ്രസംഗിച്ച ഒരു ക്ലിപ്പ് കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം കൊണ്ട് മക്ക ഫതഹാക്കി. CM വലിയുള്ള ലോകം ഒട്ടാകെ ഫതഹാക്കുന്നു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. റസൂലുള്ളാഹിന്റെ മേൽ അദബ് കേടാ. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. CM വലിയ മഹാനാണ്. നമ്മൾ മഹാനവറുകളെ ബഹുമാനം പറയണം. പക്ഷേ മറ്റൊരാളെ ഇകഴ്ത്തിയിട്ട് പറയാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് കൊണ്ടുവരും എല്ലാവരും നല്ല സംഭാവന കൊടുക്കും. വേറൊരു മഹാനെ ഇകഴ്ത്തിയിട്ട് പറയാൻ പാടില്ല. റസൂലുള്ളാഹിനെ ഒന്നും ഒരിക്കലും ഒരു സ്ഥാനം കുറയുന്ന അദബുകേടിന്റെ വാക്ക് പറയാൻ പാടില്ല. നമ്മൾ ഓർക്കണം, നമ്മളെപ്പോഴും അദബുള്ള വർത്തമാനേ പറയാൻ പാടില്ല. സുഹൃത്തുക്കളെ, അപ്പൊ ശരിക്കും അല്ലാഹുവിന്റെ ദീൻ അത് ഹഖായി മനസ്സിലാക്കണം, അത് പ്രചരിപ്പിക്കണം, അതുകൊണ്ട് ജീവിക്കണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എന്റെ വിഷയം ആത്മസംസ്കരണം ഇലാഹി സ്മരണയിലൂടെ അല്ലാഹുവിനെ ഓർമ്മിച്ച് അല്ലാഹുമായി ബന്ധപ്പെട്ടതിനെ ബഹുമാനിച്ച് അല്ലാഹ് കൽപ്പിച്ചത് എടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 5 നേരത്തെ നിസ്കാരം. അഖിമിസ് സ്വലാത്ത ലിദിക്രി, 5 നേരം കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, സകാത്ത് കൊടുക്കണം, ഉംറ ചെയ്യണം, സിയാറത്ത് ചെയ്യണം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസിക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, ആലിമീങ്ങളെ ആദരിക്കണം, മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കണം, അതെ അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കണം, ആദരിക്കണം, ഉമ്മബാപ്പമാരെ നന്നായി പരിഗണിക്കണം,
കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം. അസൂയ പാടില്ല, അഹങ്കാരം പാടില്ല, വിദ്വേഷം പാടില്ല, വൈരാഗ്യം പാടില്ല. തെറ്റിയും അല്ലാഹു ശിക്ഷിക്കും. ശിക്ഷ പല വിധത്തിലാകും. നമ്മളൊക്കെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യും. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് മൂസാ നബി അലൈഹി ഇസ്ലാം മഴ കിട്ടാഞ്ഞിട്ട് ദ്വാരുന്നു, ഉത്തരം കിട്ടുന്നില്ല. നമ്മൾ അതെ മനുഷ്യൻ കിട്ടാൻ വേണ്ടി ദ്വാരക്കാണ്. അല്ലാഹു ഉത്തരം തരട്ടെ. ചിലപ്പോ ദ്വാരക്ക് ഉത്തരം കിട്ടൂല. മൂസാ നബിയും കൂട്ടരും ഒന്നായി ദ്വാരന് ഉത്തരം കിട്ടിയില്ല. മൂസാ നബി സങ്കടത്തോട് ചോദിച്ചു, എന്തേ റബ്ബേ ഉത്തരം കിട്ടിയില്ല? അല്ലാഹു പറഞ്ഞു, ഉത്തരം കിട്ടാത്തതിന്റെ കാരണം നിങ്ങളെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ നമീമത്ത് പറയുന്നവനുണ്ട്. നമീമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം തെറ്റിക്കാൻ വേണ്ടി സംസാരിക്കുന്നവർ, ഭാര്യനെയും ഭർത്താവിനെയും തെറ്റിക്കാൻ സംസാരിക്കുന്നവർ, അതേ വിവാഹാലോചന വരുമ്പോ പാരവെക്കുന്നവർ, മുതലാളിയെയും തൊഴിലാളിയെയും തെറ്റിക്കാൻ സംസാരിക്കുന്നവർ, അയൽവാസികളെയും കുടുംബത്തിനെയും തെറ്റിക്കാൻ സംസാരിക്കുന്നവർ, നേതാക്കളെയും അനുയായികളെയും തെറ്റിക്കാൻ വേണ്ടി സംസാരിക്കുന്നവർ, അതിനുവേണ്ടി മാത്രം നടക്കുന്ന ചില ചങ്ങാതികളില്ലേ സുഹൃത്തുക്കളെ, അങ്ങനെ നമീമത്ത് പറയുന്ന ഒരു കക്ഷിയുണ്ട് നിങ്ങളെ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് ദുആക്ക് ഉത്തരം കിട്ടാത്തത്. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അല്ലാഹ് അയാളെ പേരൊന്ന് പറ, ഞങ്ങളെ കൂടെ അയാളെ പുറത്താക്കാം. അപ്പൊ അല്ലാഹു ചോദിച്ചു, അല്ല മൂസാ നബിയെ, ഞാൻ പറഞ്ഞത് എന്താണ്? വേറൊരാളെ സംബന്ധിച്ച് അയാൾ അങ്ങനത്തെ ആളാണ് എന്ന് പറയുന്ന ആ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ അകറ്റുന്ന പരിപാടി ചെയ്യാൻ പാടില്ല. അത് ചെയ്യുന്ന ആള് നിങ്ങളെ കൂട്ടത്തിലുണ്ട് എന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ഇന്ന ആളാണ് ഞാൻ പറഞ്ഞു തന്നാല് ഞാനൊരു നമീമത്ത് പറയുന്ന ആളാവൂലേ? ഇന്നാളാണ് നിങ്ങളെ കൂട്ടത്തിൽ നമീമത്ത് പറയുന്ന ആള് ഞാൻ പറഞ്ഞ ഞാനൊരു നമീമത്ത് പറയുന്നവനാവൂലേ? പിന്നെന്താ വേണ്ടത്? തൂബൂ ഇലല്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും ഒന്നിച്ച് അല്ലാഹുവിനോട് തൗബ ചെയ്തോളൂ. തെറ്റുകൾ മാപ്പ് തരാൻ, തെറ്റിന് മാപ്പ് തന്ന റബ്ബിനോട് താണ് കേണ് കരഞ്ഞു പറഞ്ഞോളൂ. എല്ലാവരും തൗബ ചെയ്തോളൂ. മൂസാ നബിയേ, എല്ലാവരും ഒരുമിച്ച് കൂടി അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെയുള്ള മുഴുവൻ ആളുകളും മൂസാ നബിയുടെ നേതൃത്വത്തിൽ. മൂസാ നബി തെറ്റ് ചെയ്യുന്ന ആളല്ല, പക്ഷേ അനുയായികളിൽ തെറ്റ് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തത്. തൗബ ചെയ്തപ്പോൾ റബ്ബ് മഴ കൊടുക്കുന്നു. അതുകൊണ്ട് മോമിനീങ്ങളെ, പടച്ചവൻ തരുന്ന വല്ല നിയമത്തും നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കണം. ചെയ്തു പോയ തെറ്റുകളിൽ മാപ്പ് ചോദിക്കണം. അതേ, അല്ലാഹ് കൽപ്പിച്ചത് ഒഴിഞ്ഞു പോയെങ്കിൽ മാപ്പ് ചോദിക്കണം. ഹറാം ചെയ്തു പോയെങ്കിൽ മാപ്പ് ചോദിക്കണം. മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ച് പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് മാപ്പ് ചോദിച്ച് മാപ്പ് വാങ്ങണം. അതാണ് നമുക്ക് നിയമത്തുകൾ കിട്ടാനുള്ള വഴി കേട്ടോ. റബ്ബേ, ഈ പാവപ്പെട്ട ഞാൻ ഈ സദസ്സിൽ ഏറ്റവും തൗബ ചെയ്യേണ്ടവനാണ്. ഏറ്റവും വലിയ തെറ്റുകൾ ചെയ്തു പോയ പാപി പാവപ്പെട്ട ഞാനായിരിക്കും. ഞങ്ങളാരും നിന്റെ മുമ്പിൽ അവകാശവാദമുള്ളവരല്ല. തെറ്റ് ചെയ്യാത്തവരാണെന്ന അവകാശവാദം ഞങ്ങൾക്കില്ല. ഞങ്ങളെല്ലാവരും നിന്നിലേക്ക് കൈനീട്ടുന്നു. അല്ലാഹ്, ഞങ്ങൾ നീ കൽപ്പിച്ചത് എന്താണോ ഒഴിഞ്ഞു പോയത്, നീ വിരോധിച്ചത് എന്താണോ ചെയ്തു പോയത്, യജമാനനായ നീ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. തെറ്റ് ചെയ്തു പോയവരോട് പറയൂ നബിയേ, നിങ്ങൾ ആശ മുറിയണ്ട, നിരാശരാകണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. പടച്ചവന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകണ്ട. അല്ലാഹ് ഏത് തെറ്റും മനസ്സറിഞ്ഞ് തൗബ ചെയ്താൽ പുറത്തു കൊടുക്കുമെന്ന് നിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹ്, ഞങ്ങളെല്ലാവരും നിന്നോട് തൗബ ചെയ്യുന്നു. ഞങ്ങളിൽ ആരിൽ നിന്ന് നീ പൊരുത്തപ്പെടാത്തതെന്ത് സംഭവിച്ചോ ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാഹ്. നിന്റെ കാരുണ്യം ചൊരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്ത് പല നിയമങ്ങളും കാര്യങ്ങളും വരുന്നു. ഞങ്ങളുടെ രാജ്യത്ത് പല മുസ്ലിം ചെറുപ്പക്കാരും
ലഹരിയുടെയും മദ്യത്തിന്റെയും അതുപോലെ മയക്കുമരുന്നിന്റെയും പിന്നാലെ പോയി സ്വന്തം ഉമ്മയെ കൊത്തിക്കൊല്ലുന്നു, സ്വന്തം ബാപ്പയടക്കം പലരെയും ഒറ്റ ദിവസം കൊല്ലുന്നു. ഈ നിലക്ക് ഞങ്ങളുടെ സമുദായത്തിലുള്ള ചെറുപ്പക്കാർ വല്ലാത്തവർ തെറ്റുകളിൽ അകപ്പെട്ടു പോയപ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത നിയമങ്ങൾ ഞങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഭരണാധികാരികളും അതുപോലെ പല മുസീബത്തും വരുന്നു, നിഅമത്തുകൾ ഉയർത്തിപ്പോകുന്നു. റബ്ബേ, ഞങ്ങൾക്ക് തൗബയുടെ മനസ്സ് തരണം അല്ലാഹ്. ഞങ്ങളെ ഈ ഉമ്മത്തിനെ നന്നാക്കി തരണേ അല്ലാഹ്, ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. നീ കൽപ്പിച്ചതൊക്കെ എടുത്ത് നീ വിരോധിച്ചത് കൈയൊഴിച്ച് തൗബയോടെ തഖ്വയോടെ ജീവിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ഈ രാജ്യത്ത് ഈ നാട്ടിൽ ഇവിടെയുള്ള എല്ലാ പാവപ്പെട്ട ജനങ്ങൾക്കും അല്ലാത്തവർക്കും ഈ പരിപാടി സംഘടിപ്പിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും പ്രവർത്തിക്കുന്നവർക്കും സഹായിച്ചവർക്കും സഹായിക്കുന്നവർക്കും അല്ലാഹുവേ, ഞങ്ങളുടെ പള്ളിയും മദ്രസയും ഒക്കെ നടത്തിക്കൊണ്ടുപോകുന്നവർ, അവരോട് സഹകരിക്കുന്ന ജനങ്ങൾ, ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങൾ. ഞാനിവിടെ വരുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ തന്നു. വലിയ ഫലം അല്ലാഹു തആല നേർച്ചക്ക് നൽകുന്ന സ്ഥാപനമായതുകൊണ്ട് എവിടുന്നും നേർച്ച കിട്ടും. ഒരു മാസത്തിൽ 25 ലക്ഷം ഉറുപ്പികയോളം നേർച്ച കിട്ടും. കുറ്റ്യാടി സിറാജുൽ ഹുദ 90 ലക്ഷം ഉറുപ്പിക വേണം. അവിടുത്തെ ദൈനംദിന ചെലവ് ഒരു മാസത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ 16,000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. 1000-ലധികം കുട്ടികൾ താമസിച്ച് പഠിക്കുന്നുണ്ട്. 1000-ലധികം സ്റ്റാഫുകളുണ്ട്. അല്ലാഹ്, പലരും നേർച്ചകൾ തന്നവരുണ്ട്. റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ദുആക്ക് ഉത്തരം തരണം അല്ലാഹ്. ഞങ്ങളുടെ ഖൈറായ ഉദ്ദേശങ്ങൾ നിറവേറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ നീ പരിഹരിച്ചു തരണേ അല്ലാഹ്. ഈ ഉറൂസ് പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും സഹായിച്ചവർക്കും സഹായിക്കുന്നവർക്കും നീ ഖൈറ് നൽകണേ അല്ലാഹ്. അങ്ങ് പരപ്പനങ്ങാടിക്കടുത്ത് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു, ജാരിയ വള്ളം. അവരും കടലിൽ പോയി ജീവിക്കുന്നവരാണ്. അവരുടെ വള്ളത്തിൽ മീൻ കിട്ടാത്ത സങ്കടം പറഞ്ഞു. ഇവിടെയും മീൻ കിട്ടാത്ത സങ്കടം പറഞ്ഞു. നീ നിന്റെ കടലിൽ നിന്ന് തരാൻ ഞങ്ങൾക്ക് എവിടുന്ന് കിട്ടും അല്ലാഹ്? മുഅ്മിനീകൾക്ക് നീ നിന്റെ കടൽ സമ്പത്ത് ചൊരിച്ചു കൊടുക്കണേ അല്ലാഹ്. അവർക്ക് മനസ്സിന് സമാധാനം നൽകണേ അല്ലാഹ്. ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ ദുനിയാവിലും ആഖിറത്തിലും കൈയൊഴിക്കരുതേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. തങ്ങളവരുടെ ദുആയിലും നിങ്ങളെ എല്ലാ പരിപാടിയിലെ ദുആയിലും ഈ പാവപ്പെട്ട എന്നെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സിറാജുൽ ഹുദ കാണാത്തവരൊക്കെ എപ്പോഴെങ്കിലും വന്ന് സിറാജുൽ ഹുദ കാണാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യൽ വുജൂബാണെന്ന് വരെ പറഞ്ഞ ഇമാമികളുണ്ട്. കാരണം ഖുർആനിൽ റബ്ബ് പറഞ്ഞതാണ്, വലൗ അന്നഹും യളലമു അൻഫുസഹും ജാഊക്ക്. തെറ്റ് ചെയ്തു പോയ ആളുകൾ ഓ നബിയെ തങ്ങളെ വന്ന് സമീപിക്കട്ടെ. ഇത് റസൂലുള്ളാഹിന്റെ വഫാത്തിന് മുമ്പും ശേഷവും ഒരുപോലെ ബാധകമാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹിനെ പോയി കാണുക എന്നത് കഴിയുന്നവർക്ക് നിർബന്ധമാണെന്ന് തന്നെ പറഞ്ഞ ഇമാമികളുണ്ട്. അവിടുത്തെ സിയാറത്ത് ചെയ്യൽ നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട്. സുന്നത്താണെന്ന് എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ചിട്ടുണ്ട്. അത് സ്ത്രീകൾക്കും സുന്നത്തുണ്ട്. കാരണം തെറ്റ് ചെയ്തു പോയവർ നബി തങ്ങളെ സമീപിച്ചിട്ട് അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വെച്ച് അല്ലാഹ് പറയുന്ന ഫസ്തഗ്ഫിറുല്ലാഹ്, അവർ അല്ലാഹുവിനോട് അതാ പൊറുക്കലിനെ ചോദിക്കട്ടെ. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കട്ടെ. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം വസലൂഹു അൻ യസ്തഗ്ഫിറ ലഹും.
നബി തങ്ങളോട് അവർ ആവശ്യപ്പെടട്ടെ, അയ്യസ്തഗ്ഫിറ ലഹും, നബിയെ തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദോഷം പൊറുക്കാൻ തങ്ങളോട് അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യണമെന്ന് നബി തങ്ങളോട് അവർ ആവശ്യപ്പെടട്ടെ. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയും ഉണ്ടായാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, പടച്ചവൻ ദോഷം പൊറുക്കുന്നവനായി അവർക്ക് എത്തിക്കാൻ കഴിയും. ഖുർആനാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുക്കൽ ദോഷമുള്ള ആളുകൾ പോയിട്ട് റസൂലുള്ളാഹിനെ സമീപിച്ചിട്ട് അവിടുന്ന് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണമെന്നും ദോഷം പൊറുക്കാനുള്ള റെക്കമെൻഡിന് വേണ്ടി നബി തങ്ങളോട് തേടണമെന്നും ഖുർആൻ പഠിപ്പിച്ചതായതിനാൽ ആ പുണ്യം സ്ത്രീകൾക്കും കിട്ടണം, പുരുഷന്മാർക്കും കിട്ടണം. അതിനാൽ നബി തങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യൽ എല്ലാവർക്കും പുണ്യമാണ്. ഇതുപോലെ മഹാന്മാരായ പ്രസിദ്ധരായ ഔലിയാക്കളാകുമ്പോ അവരുടെ ഖബറിൽ നിന്ന് ധാരാളം ഗുണങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ലഭിക്കുന്നവരായതിനാൽ അവരുടെ ഖബർ സിയാറത്തും സ്ത്രീകൾക്ക് പുണ്യമുണ്ട്. അതേസമയം സ്വന്തം ബാപ്പാന്റെ ഖബറിൽ ചെന്നാൽ സ്ത്രീകൾക്ക് ചിലപ്പോ ബാപ്പാ എന്ന് പറഞ്ഞ് അവർ ചിലപ്പോ പൊട്ടിക്കരയും, ചിലപ്പോ നെഞ്ഞത്തടിക്കും. അവർക്ക് അങ്ങനെ ചിലപ്പോൾ അവരുടെ ക്ഷമ അവിടെ അവർക്ക് മനക്കരുത്ത് മതിയാകൂല. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം കുടുംബങ്ങളെ ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് സുന്നത്തില്ലെന്നും അത് പാടില്ലെന്നും അതേ സമയത്ത് മഹാന്മാരെ ഖബർ സിയാറത്ത് ചെയ്യാമെന്നും പഠിപ്പിച്ചതായി ഇമാമികൾ വിവരിച്ചിട്ടുള്ളത്. അതേ സമയത്ത് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവിടെ വീടാണ് ഖൈറ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിനാൽ ആയിഷ ബീവി ജുമഅക്ക് പോകാറില്ല, ഫാത്തിമ ബീവി ജുമഅക്ക് പോകാറില്ല, നബി തങ്ങളെ വീട്ടിൽ നിന്ന് ആരും പോകാറില്ല. അതുകൊണ്ട് ഈ പാവപ്പെട്ട എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യയും പോകാറില്ല, എൻ്റെ ഉമ്മയും പോകിയിരുന്നില്ല, എൻ്റെ പെങ്ങളും പോകാറില്ല. കാരണം അതാണ് ഇസ്ലാം. അത് ഇവിടെ പൂർവീകരായ നമ്മളെ ഇമാമീങ്ങളും നമ്മളുടെ പണ്ഡിതന്മാര് ശഫീ ഇമാം അടക്കമുള്ള ഇമാമീങ്ങളും നമ്മുടെ നാട്ടിൽ പൂർവ്വകാലത്ത് ജീവിച്ചു പോയ ആലിമീങ്ങളും നമുക്കത് ശരിക്കും കാണിച്ച് പഠിപ്പിച്ചു തന്നതാണ്. അതിനെതിരെ വല്ലവനും സംസാരിക്കുന്നുവെങ്കിൽ അവൻ ഇസ്ലാം ദീനല്ല പറയുന്നത്, അവന്റെ സ്വന്തം യുക്തി അനുസരിച്ച് മതം പറയുകയാണ്. അല്ലാഹു പറയുന്നു, മാ കാന ലിമുമിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹും റസൂലും ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈമാനുള്ള ഒരു പുരുഷനും ഈമാനുള്ള ഒരു സ്ത്രീക്കും അയ്യനകൂന ലഹുമുൽ ഖിയറ, അവർക്ക് സ്വന്തത്തിലൊന്നും പറയാൻ അധികാരമില്ല. സുബ്ഹാനല്ലാഹ്, എൻ്റെ ഭാര്യക്ക് എത്രയോ പവൻ ആഭരണം കഴുത്തിലും കാതിലും അതേ അവളുടെ കാലിലും കയ്യിലുമൊക്കെയുണ്ട്. അപ്പോൾ ഒരുത്തൻ ചോദിക്കുകയാണ്, എൻ്റെ ഭാര്യക്കുണ്ടല്ലോ എന്നാ എനിക്കും പറ്റൂലേ? പറ്റൂല. കാരണം പുരുഷന്മാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണം ധരിക്കുന്നത് ഹറാമാക്കിയിരിക്കുന്നു, വെള്ളി ധരിക്കുന്നതും ഹറാമാക്കിയിരിക്കുന്നു. വെള്ളിയുടെ ഒരു മോതിരം ചെറുവിരലിൽ ധരിക്കൽ സുന്നത്തുണ്ട്, വേറെ കൈയിന്റെ വിരലിനൊന്നും മോതിരം ധരിക്കൽ സുന്നത്തില്ലെന്ന് മാത്രമല്ല, വെള്ളിയുടെ മോതിരം ഒന്നിലധികം ധരിച്ചാൽ ഹറാമാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ചിലർക്കൊരു ധാരണയുണ്ട്, കുറെ മോതിരിട്ട ഔലിയാവൂന്ന് ധരിക്കുന്നവരുണ്ട്. ഔലിയാവൂല, തെറ്റാവും. ഇതുപോലെ ചെറുവിരലല്ലാത്ത മറ്റ് വിരലുകൾക്ക് മോതിരം ധരിക്കൽ പുണ്യമല്ല, ഹറാമാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വെള്ളിയുടെ മോതിരം മാത്രമാണ് പുരുഷന്മാർക്ക് ഒന്ന് സുന്നത്ത്, പിത്തളയുടെയോ ചെമ്പിന്റെയോ ഒന്നും സുന്നത്തില്ല, അത് നല്ലതല്ല. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, എന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് എത്ര സ്വർണം ധരിക്കാൻ പറ്റും? എനിക്കത് പറ്റൂല. അവിടെ ഞാൻ എന്തേ അവൾക്ക് ധരിക്കാമെങ്കിൽ എനിക്കും ധരിച്ചൂടെ എന്ന് ചോദിക്കരുത്. അല്ലാഹും റസൂലും പഠിപ്പിച്ചതുപോലെ ജീവിക്കുന്നതിനാണ് മുസ്ലിമിന്റെ ജീവിതം എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ യുക്തിക്ക് സ്ഥാനമില്ല. അല്ലാഹു ഉണ്ടെന്ന് നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അതേ കാരണം ഈ ആകാശങ്ങളും ഭൂമികളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കരയും കടലും മത്സ്യവും അതേ മാംസവും എല്ലാം തന്ന റബ്ബില്ലേ. നമ്മുടെ ശരീരത്തിൽ കിഡ്നിയും
ഹാർട്ടും സൃഷ്ടിച്ചു തന്ന റബ്ബില്ലേ, ബ്രെയിനും കരളും തന്ന റബ്ബില്ലേ, ആ റബ്ബ് എന്തെല്ലാം സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തി തന്നത്. അത്ഭുതകരമല്ലേ ഈ ഭൂമിയിലെ ഓരോ സൃഷ്ടികളും. ആ സൃഷ്ടികളെല്ലാം അറിയിക്കുന്ന ഒരു കാര്യം എന്താണ്? ലഖദ് വളഹ സബീലു ഇലൈക ഹഖ്ഖാ ഫമാ അഹദുൻ അറാദക യസ്തദില്ലു. എല്ലാ സൃഷ്ടികളും വിളിച്ചു പറയുന്ന ഒരു കാര്യം, ഇതിനെയെല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ച് പോറ്റി വളർത്തുന്ന എല്ലാ വിഷയങ്ങളും അതാ ഖദീമായ നിലക്ക് ഉള്ളവനും അറിയുന്നവനുമായ, തുടക്കമില്ലാതെ ഉള്ളവനും തുടക്കമില്ലാതെ അറിയുന്നവനും അതേ എല്ലാറ്റിനും കഴിവുള്ളവനുമായ ഒരു സ്രഷ്ടാവുണ്ട്, പടച്ചവനുണ്ട്. അതിൻ്റെ മേൽ അറിയിക്കുന്നതാണ് ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും. ആ അല്ലാഹുവിനെ അറിഞ്ഞവനാണ് മുസ്ലിം. അവന്റെ പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയല്ലാതെ കൊടുക്കുന്നവനില്ല, അവനല്ലാതെ തടയുന്നവനില്ല. അധികാരം മുഴുവനും അവനാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, സർവാധികാരി അല്ലാഹുവാണ്. അതുകൊണ്ടാണ് നമ്മൾ റബ്ബിനോട് യാചിച്ചത്. റബ്ബിനോട് യാചിക്കുന്നത് കടലിലുള്ള മത്സ്യം വളരെ ഹലാലായ ഒരു സ്വത്താണ്. അത് പിടിച്ചുകൊണ്ടുവരുന്ന തൊഴിലാളികൾ ഭാഗ്യവാന്മാരാണ്. അവര് വേറൊരു ഹറാമ് പോയി എടുക്കുന്നില്ല, വേറൊരുത്തന്റെ ഹക്ക് എടുത്ത് കൊണ്ടുവരുന്നില്ല. കടലിലുള്ള മത്സ്യം ഹലാലായ സ്വത്താണ്. അത് പിടിക്കാൻ പോകുന്ന തൊഴിലാളികൾ അവര് ഹലാലായത് സമ്പാദിക്കുന്നവരാണ്. പക്ഷേ അത് റബ്ബ് തരണമല്ലോ. അതിനാണ് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുന്നത്. തരുന്നവൻ റബ്ബാണ്, കൊടുക്കുന്നവൻ റബ്ബാണ്, തടയുന്നവൻ റബ്ബാണ്. ആ റബ്ബിൽ നിന്ന് കിട്ടാനുള്ള കാരണമാണ് ദുആ. റബ്ബിൽ നിന്ന് കിട്ടാനുള്ള കാരണമാണ് ദിക്ർ. റബ്ബിൽ നിന്ന് കിട്ടാനുള്ള കാരണമാണ് സലാത്ത്. റബ്ബിൽ നിന്ന് കിട്ടാനുള്ള കാരണമാണ് നിസ്കാരം. റബ്ബിൽ നിന്ന് കിട്ടാനുള്ള കാരണമാണ് നോമ്പ്. റബ്ബിൽ നിന്ന് കിട്ടാനുള്ള കാരണമാണ് സദഖ. റബ്ബിൽ നിന്ന് കിട്ടാനുള്ള കാരണമാണ് കുടുംബബന്ധം ചേർക്കൽ. റബ്ബിൽ നിന്ന് കിട്ടാനുള്ള കാരണമാണ് അയൽവാസിക്ക് നന്മ ചെയ്യൽ, സ്വന്തം ഭാര്യയോട് നല്ല നിലയ്ക്ക് പെരുമാറൽ, ഭർത്താവിനെ ആദരിക്കൽ, അംഗീകരിക്കൽ, കുട്ടികളെ നന്നായി വളർത്തൽ. അങ്ങനെ തുടങ്ങി ഏത് സൽക്കർമ്മങ്ങളുണ്ടോ ആ സൽക്കർമ്മങ്ങളെല്ലാം പടച്ച റബ്ബിൽ നിന്ന് ദുനിയാവും ആഖിറവും കിട്ടാനുള്ള കാരണമാണ്. കൊടുക്കുന്നവൻ റബ്ബാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നത് നമുക്ക് ബുദ്ധി കൊണ്ടറിയാൻ കഴിയും. പക്ഷേ റബ്ബിനെ കുറിച്ച് അറിയേണ്ടതുപോലെ അറിയണം. സുബ്ഹാനല്ലാഹ്, പടച്ചവനുണ്ടെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട്, വേറെയും പലരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവർ റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ അബദ്ധം പറ്റി. പടച്ചവന് പുത്രനുണ്ട്, മകനുണ്ടെന്ന് വിശ്വസിച്ചു. അതുപോലെ ചിലർ മകളുണ്ടെന്ന് വിശ്വസിച്ചു. അവർക്കൊക്കെ അബദ്ധം പറ്റി. അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണമെങ്കിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള വിവരം നമുക്ക് പറഞ്ഞു തരാൻ ഒരാൾ വേണം. അങ്ങനെ അല്ലാഹു പറഞ്ഞയച്ച ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ള വിശ്വാസം എങ്ങനെയാണോ പഠിപ്പിച്ചു തന്നത് അതുപോലെ വിശ്വസിക്കണം. ആ വിശ്വാസം സവിസ്തരം നമുക്ക് പഠിപ്പിച്ചു തന്നവരാണ് നമ്മുടെ ഇമാമിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇമാമിങ്ങൾ അല്ലാഹുവിന് 20 വാജിബായ സിഫത്ത്, 20 മുസ്തഹീലായ സിഫത്ത്, ഒരു ജായിസായ സിഫത്ത് പഠിപ്പിച്ചു. നമ്മുടെ മദ്രസയിൽ അത് പഠിക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹുവിനെ കുറിച്ച് ആ 41 സിഫത്ത് സലഫികൾ പഠിപ്പിക്കുന്നില്ല, ജമാഅത്തുകാർ പഠിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് ശരിയായ വിശ്വാസം ഇവിടെ നിലനിൽക്കണം എന്ന ഒരാശയം അവർക്കില്ല. അതുകൊണ്ട് മദ്രസയിൽ നിന്ന് അതൊക്കെ അവർ എടുത്തു കളഞ്ഞു. പഴയ കാലത്തുള്ളതൊക്കെ എടുത്തു കളഞ്ഞു. അല്ലാഹുവിനെ പറ്റി അവർ ശരിയായ വിശ്വാസം പഠിപ്പിക്കണം. അല്ലാഹുവിനെ കുറിച്ച് ശരിയായ വിശ്വാസം ജനങ്ങളെ പഠിപ്പിക്കണം.
അതിനുവേണ്ടിയാണ് അൽഹംദുലില്ലാഹ് വരുന്ന 17-ാം തീയതി മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങും കേരളൊട്ടാകെ ആദർശ പ്രഭാഷണങ്ങളും ആദർശ യാത്രകളും നടത്തുന്നത്. എല്ലാവരും അത് വന്ന് കേട്ടുനോക്കണം എന്താ പറയുന്നത്. വിശ്വാസം പഠിക്കണം. നമ്മൾ അല്ലാഹുവാണ് മുഴുവനും നിയന്ത്രിക്കുന്നവൻ. മുൻഫരിദും ബിൽ ഖൽഖി വത്തദ്ബീരി ജലാഅനി സബീ വന്നദീരി. ഇമാമിങ്ങൾ പറയാണ് എല്ലാം സൃഷ്ടിച്ചവൻ അല്ലാഹ് മാത്രം, എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രം. അപ്പൊ പിന്നെ ഞാനിവിടെ വരുമ്പോ ഞാൻ വന്ന കാർ നിയന്ത്രിച്ചത് അബ്ദുറഹീം ഹാജിയാണ്. അല്ലല്ല, അല്ലയാണ്, അല്ല ഡ്രൈവറാണ്. തമ്മിൽ എതിരുണ്ടോ? അത് എതിരില്ല. അത് ബാഹ്യമായ നിയന്ത്രണമാണ്. ശരിയായ നിയന്ത്രണം അല്ലാഹുവിനാണ്. അല്ലെങ്കിൽ ഏതൊക്കെ ഒരു വാഹനം അപകടത്തിൽപ്പെടുവോ? അല്ലേ? ഡ്രൈവറല്ല, നിയന്ത്രിക്കുന്നത് അള്ളയാണ്. മംഗലാപുരത്ത് പ്ലെയിൻ അപകടം നടന്നു, കുറെ ആള് മരിച്ചുപോയി. എന്റെ പൈലറ്റ് അല്ലേ പ്ലെയിൻ നിയന്ത്രിക്കുന്നത്? അല്ല, അള്ളയാണ്. പൈലറ്റിന് നിയന്ത്രണം കിട്ടിയില്ല. എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹ്. എന്നാൽ അല്ലാഹു തആല ഉദ്ദേശിച്ചത് പ്രകാരം, അല്ലാഹു ഉദ്ദേശിച്ചതനുസരിച്ച് ചില ബാഹ്യമായ നിയന്ത്രണങ്ങൾ. സ്റ്റേജ് നിയന്ത്രിക്കുന്നത് അധ്യക്ഷനാണ്, കമ്മിറ്റി നിയന്ത്രിക്കുന്നത് പ്രസിഡന്റും സെക്രട്ടറിയാണ്. അതൊക്കെ നമ്മൾ പറയും. അവരൊന്നുമല്ല, യഥാർത്ഥ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. സുഹൃത്തുക്കളെ, ആ അല്ലാഹുവിൽ നമ്മുടെ മനസ്സിലയിക്കണം. അതില്ലാതെ ആത്മസംസ്കരണം ഉണ്ടാവില്ല. അല്ലാഹുവിൽ മനസ്സിലയിക്കണം. അല്ലാഹുവിനെ പ്രിയം വെക്കണം. അല്ലാഹുവിനെ ഭയപ്പെടണം. അല്ലാഹുവിനെ വിധേയപ്പെടണം. അല്ലാഹുവിനെ അനുസരിക്കണം. അതില്ലാതെ ആത്മസംസ്കരണമില്ല. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയണം. അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ അല്ലാഹുവിന്റെ മേൽ അറിയിക്കുന്ന അടയാളങ്ങളായതിനാൽ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. അവർ കിടക്കുന്ന സ്ഥലങ്ങളെ ബഹുമാനിക്കണം. അവരുമായി ബന്ധപ്പെട്ടതിനെ ബഹുമാനിക്കണം. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞ സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്, നമ്മളെ തങ്ങൾ വരുന്നുണ്ട്. തങ്ങൾ വന്നാൽ എനിക്ക് സന്തോഷമായി. എനിക്ക് ട്രെയിനിന് പോകണം. തങ്ങൾ വന്നാൽ നമുക്ക് സുഖാണല്ലോ. സമയം എനിക്ക് നിർത്താലോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മൾ തങ്ങന്മാരെ ബഹുമാനിക്കും. നമ്മളെ കാണാൻ പ്രായം കുറഞ്ഞാലും ബഹുമാനിക്കും. എല്ലാ തങ്ങന്മാരെയും ബഹുമാനിക്കും. അതെന്താണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരകളാണ്. അങ്ങനെ റസൂലുള്ളാഹിക്ക് സന്താന പരമ്പര ജീവിച്ചിരിപ്പില്ല എന്നാ ജമാഅത്ത് ഇസ്ലാമിക്കാർ പ്രബോധനത്തിൽ പറഞ്ഞത്. അത് അവരെ തെറ്റായ ആശയമാണ്. തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന ശിർക്കാണ് എന്നാണ് മുജാഹിദീങ്ങൾ സലഫികൾ പറഞ്ഞു. അവരെ ശബാബിലൊക്കെ അങ്ങനെ പറഞ്ഞു. അതും വിവരക്കേടാണ്. മഹാന്മാരായ സയ്യിദന്മാർക്ക് ആദരവ്. അത് റസൂലുള്ളാഹിന്റെ ബഹുമാനത്തിന്റെ ഒരു ഭാഗമാണ്. സുഹൃത്തുക്കളെ, പറഞ്ഞ വിഷയം പറഞ്ഞു തീർക്കട്ടെ.